സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും പ്രിയങ്കയും കൂടി ജയിലിൽ കിടക്കുവാണല്ലോ. പ്രിയങ്ക പറയണേ, മുത്തശ്ശി സത്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ അവർ നമ്മളെ വീണ്ടും എടുത്ത് പെരുമാറുമെന്നാണ് തോന്നുന്നത്. നമ്മളിനി എന്ത് സത്യം പറയാനാണ്? അതെ, ജയിലിൽ പെട്ടുപോയ ഒരു പ്രശ്നമുണ്ട്. കുറ്റമൊന്നും ചെയ്തില്ലെങ്കിലും ചെയ്താലും നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുമോളെ. എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ മുത്തശ്ശി. ഇതിനു മുമ്പ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതുപോലൊരു ശിക്ഷ കിട്ടിയിട്ടില്ലല്ലോ. ഇതിപ്പോൾ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലല്ലേ ജയിലിൽ വന്ന് കിടക്കുന്നത്. ഇതൊക്കെ ആ രാധികയുടെ പ്രാക്കായിരിക്കും മുത്തശ്ശി. അവളുടെ പ്രാക്കൊന്നുമല്ലടി, അവളുടെ കൂടെയുള്ള ദൈവങ്ങളെ നമുക്ക് പണി തന്നതാ. അങ്ങനെയൊക്കെ അവരോരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം പോലീസുകാരി അങ്ങോട്ടേക്ക് വന്നിട്ട് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുക. ഇതാ ഭക്ഷണം, രണ്ടുപേരും വേണമെങ്കിൽ എടുത്ത് കഴിക്കുക. ഇതെന്തായി ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നത്? ചപ്പാത്തിയോ? എനിക്ക് ചപ്പാത്തിയൊന്നും കൂട്ടി തിന്നാൻ പറ്റില്ല. എനിക്ക് എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം, അത് മേടിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് സുകുമാരി പറയുവാണ്. അത് കേട്ടിട്ട് പോലീസുകാർ പറയണേ, അതെ, ഇവർ നമ്മുടെ കൈക്ക് പണി ഉണ്ടാക്കുമെന്നാണ് തോന്നുന്നത്, വേണമെങ്കിൽ ഇത് കഴിച്ചിട്ട് പോകും. അങ്ങനെ പറഞ്ഞ് അവർ ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് അവിടെ നിന്നും ലോക്കപ്പ് കൂട്ടി പോകുവാണ്. ഈ സമയം പ്രിയങ്ക പറയണേ, മുത്തശ്ശി ഇപ്പോൾ ഇതെങ്കിലും കിട്ടിയില്ലേ, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാതെ മറ്റൊരു ഭക്ഷണം അവർ തരുമെന്ന് പ്രതീക്ഷിക്കണ്ട. മുത്തശ്ശി ഇതെങ്ങനെയെങ്കിലും കഴിക്കാൻ നോക്ക്. എന്നാലും ഇത് വല്ലാത്തൊരു ഗതിയായി പോയല്ലോടി. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയും മുത്തശ്ശിയും കൂടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഈ സമയം പ്രിയങ്ക പറയണേ, ഇപ്പോൾ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല, ഗൗതമോ സിയയോ ആരുമില്ല. ഉണ്ടായിരുന്ന ശരത്തും പോയല്ലോ. അന്നേരം മുത്തശ്ശി പറയണേ, ആ ശരത്ത് അവനാ എല്ലാ പ്രശ്നത്തിനും കാരണം. ആ പോലീസുകാർ പിടിച്ചപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, അവനും മയക്കുമരുന്നും മാഫിയുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന്. അവനെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നത് നീയല്ലേ? അന്നേരം പ്രിയങ്ക ചോദിക്കണേ, അപ്പോൾ മുത്തശ്ശി കണ്ടുപിടിച്ച ആളുകളെല്ലാം മഹത്തായ ആളുകളായിരുന്നല്ലോ, അവരെന്താ കുഴപ്പക്കാരല്ലായിരുന്നോ? അങ്ങനെ പറഞ്ഞ് അവരാ ചപ്പാത്തിയും കഴിച്ച് ആകെ സങ്കടത്തിലിരിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വരുൺ കമ്പനിയിലുള്ള അക്കൗണ്ട്സിലെ ചില തിരിമറിയും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കണ്ടെത്തി അതിനെക്കുറിച്ച് അറിഞ്ഞ് ആകെ ഷോക്കായിട്ടിരിക്കുവാണ്. മുമ്പിൽ ബെഞ്ചമിൻ ഇരിക്കുന്നുണ്ടാകും കേട്ടോ. അന്നേരം വരുൺ പറയണേ, എന്നാലും എങ്ങനെ ഇത്രയും വലിയ തിരിമറിയാക്കി അക്കൗണ്ട്സ് നടന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് നാളായിട്ട് എനിക്ക് ബിസിനസ് കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അച്ഛൻ എന്നെ പൂർണ്ണമായിട്ടും ബിസിനസ് ഏൽപ്പിച്ചതിന് ശേഷം അച്ഛനും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ വളരെ ഷോക്കിംഗ് ആയിരിക്കുന്നു. അല്ല സാർ, ഇതിനു മുമ്പ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? ഇതുപോലെ അഴിമതി മറ്റും ഉണ്ടായിട്ടില്ലേ? നടന്നിട്ടുണ്ട്. ചെറിയച്ഛനും മോനാ ഗൗതം ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ടായ സമയത്ത്. പക്ഷേ ഇപ്പോൾ അവരൊന്നും ഇവിടെ ഇല്ലല്ലോ. അന്നേരം ബെഞ്ചമിൻ പറയണേ, എങ്ങനെ എത്രയൊക്കെ അഴിമതി ചെയ്യുന്നവർ നമ്മൾ പുറത്തെടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞാലും അവരുടെ ചില വേരുകളെങ്കിലും ഇവിടെ ബാക്കിയാവുന്നുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഈ കമ്പനിയിലുണ്ടെന്ന് സാറിന് സംശയം തോന്നുന്നുണ്ടോ? ഏതെങ്കിലും സ്റ്റാഫോ മറ്റോ? അന്നേരം പറയണേ, ഇല്ല, ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനും എനിക്ക് നേരിട്ട് പരിചയമുള്ളവരാണ്. അവരൊന്നും ആരും എന്നോട് ഇങ്ങനൊരു ചതി ചെയ്യില്ല. ആ ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഈ സമയം അക്കൗണ്ട്സിലെ ആൾ അങ്ങോട്ടേക്ക് വരുവാണ്. ഇരിക്കും മനോഹർ, നമ്മുടെ കമ്പനിയിലും കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായിട്ട് നടന്ന അക്കൗണ്ട്സിലെ ക്രമക്കേടുകൾ ഇയാളും കണ്ടതല്ലേ? യെസ് സാർ, കണ്ടു. എന്താ തനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതൊന്നും തന്നെ ശ്രദ്ധപ്പെട്ടില്ലേ? ഇല്ല സാർ, ഞാൻ കഴിഞ്ഞ 4 മാസത്തോട്ട് ലീവായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് ആ കാലയളവിൽ സംഭവിച്ചതായി ഇതെല്ലാമെന്നാണ്. എന്താണെങ്കിലും ഞാൻ എല്ലാത്തിൻ്റെയും ഉടനെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട്സ് തയ്യാറാക്കി വെക്കാം. അത് എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത്? അക്കൗണ്ട്സിൽ തനിക്ക് പകരിടുന്നത് ആരൊക്കെയാണ്? അവരുടെ ഭാഗത്തു നിന്നാണോ ഇങ്ങനൊരു മിസ്റ്റേക്ക് വന്നത്? ഇതെല്ലാം വ്യക്തമായിട്ട് അന്വേഷിക്കണം. ഞാനതെല്ലാം കണ്ടെത്തി അന്വേഷിക്കുന്നതിന് മുമ്പായിട്ട് താനതെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്ത് വെക്കണം. ഓക്കെ സാർ, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പിന്നിലുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കുക സാർ. അങ്ങനെ പറഞ്ഞാൽ മനോഹർ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ബെഞ്ചമിൻ പറയണേ, സാർ വരുൺ സാർ ഒട്ടും ടെൻഷൻ ആവാതിരിക്കൂ. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അധികം വൈകാതെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കാം. ഇനി ഇതുപോലൊരു കാര്യം നമ്മുടെ കമ്പനിയിലില്ലാതെ അത് ചെയ്യുന്നവരെ തുടച്ച് നീക്കുകയും ചെയ്യാം. അതിന് സാർ ആദ്യം കോൺഫിഡൻസോടുകൂടി ഇരിക്കണം. താങ്ക് യു ബെഞ്ചമിൻ. തൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. എനിവേ, എന്നാണെങ്കിലും ആ റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ തൻ്റെ സഹായം കൂടി എനിക്ക് ആവശ്യമായിട്ട് വരും. ഷുവർ സാർ, സാറിൻ്റെ കൂടെ എന്തിനും ഞാനുണ്ടാവും. അങ്ങനെ പറഞ്ഞ് ബെഞ്ചമിൻ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ബെഞ്ചമിൻ ഗൗതത്തിനെ ഫോണിൽ വിളിക്കുന്നതാ. അന്നേരം ഗൗതം കോളേജിൻ്റെ ചെയ്യുക. ഈ സമയം ബെഞ്ചമിൻ പറയണേ, ഗൗതം, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ ബെഞ്ചമിനത്? അതോ മറ്റൊന്നുമല്ല, കണിമംഗലം ഗ്രൂപ്പിൻ്റെ പതനം. അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണല്ലോ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. അത് കാണാനായിട്ട് നിങ്ങൾ റെഡിയായിരുന്നോളൂ. അതിൻ്റെ പതനത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ തുടങ്ങി വെച്ചു എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. അക്കൗണ്ട്സിലൊക്കെ വലിയൊരു തിരിമറി തന്നെ നടന്നു വെച്ചിരിക്കുക. ശരിക്കും ഒന്ന് നന്നായിട്ട് വിശദമായിട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും കണിമംഗലം ഗ്രൂപ്പിന് വന്നിട്ടുള്ളത്. ഒരറ്റത്തു നിന്ന് വരുൺ സാറ് പരിശോധിച്ച് തുടങ്ങിയപ്പോഴേ അതൊക്കെ കണ്ട് ആകെ ഭ്രാന്തളകി നിൽക്കുക. എന്നാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴോ എന്തോരം നഷ്ടമാണ് സംഭവിച്ചെന്ന് തിരിച്ചറിയുമ്പോഴോ പിന്നെ നെട്ടോട്ടുമായിരിക്കും വരുണിൻ്റെ കുടുംബമൊക്കെ. കണിമംഗലം ഗ്രൂപ്പിൻ്റെ പതനം അതോടുകൂടി പൂർണ്ണമാകും. ഈ സമയം അത് കേട്ടിട്ട് ഗൗതത്തിനും സന്തോഷമാകണേ. ഗൗതം പറയണേ,
അങ്ങനെ കണിമംഗലം ഗ്രൂപ്പ് തട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായിട്ട് നിൽക്കണം. എന്നിട്ട് ഒരു കുഴി കുഴിച്ചാൽ മൂടാൻ പറ്റുന്ന പാകത്തിനാകണം. ആ കുഴി കുഴിച്ച് മൂടുന്ന കാര്യം അച്ഛനേറ്റു. അതെൻ്റെ അച്ഛന് വേണ്ടി ബാക്കി വെച്ചേക്കണം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. കുഴി കുഴിക്കുകയോ വെട്ടുകയോ എന്ത് വേണമെങ്കിലും അതൊക്കെ യോധത്തിൻ്റെ ചന്ദ്രശേഖരൻ സാറിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ വിട്ടു തന്നിരിക്കുവാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം പ്ലാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനല്ല, എൻ്റെ അനുജത്തി സാറയാ. അക്കാര്യം നിങ്ങൾ മറക്കരുത്. ഒരിക്കലുമില്ല. സത്യം പറയാലോ സാറേ, ഞങ്ങൾക്കിപ്പോൾ വളരെ വേണ്ടപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞു. അല്ല, ഇതിൻ്റെ പേരിൽ വരുണ് ബെഞ്ചമിന് സംശയമൊന്നുമില്ലല്ലോ? ഒരു സംശയമില്ല. അതുമാത്രമല്ല, വരുണെ എന്നോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റിപ്പോർട്ടുകളും മറ്റും വന്നാൽ എൻ്റെ സഹായം വേണമെന്ന വരുൺ പറഞ്ഞിരിക്കുന്നത്. എന്നെ രക്ഷിക്കുന്നതും കൂടെ നിർത്തുന്നതും വരുൺ തന്നെയാണല്ലോ. അപ്പോൾ ഇനി അധികം വൈകാതെ കണിമംഗലം കുടുംബം പൂർണ്ണമായിട്ടും തകർന്നെന്ന് വാർത്ത പറയാനായിട്ട് ഞാൻ വിളിക്കാം. അങ്ങനെ പറഞ്ഞ ബെഞ്ചമിൻ ഫോൺ കട്ടയുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധികേനെയാണ്. രാധിക അങ്ങനെ റൂമിൽ ശ്യാമയുടെ രാധികയുടെ പടം വന്ന ആ മാഗസിനുണ്ടല്ലോ, അതൊക്കെ എടുത്ത് രണ്ടുപേരുടെ ആ ഫോട്ടോയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഫോട്ടോയിൽ ഓരോ ഭാഗങ്ങളും കണ്ണ് മാത്രമായിട്ട് നോക്കുകയും അങ്ങനെ താൻ ശ്യാമ മാഡത്തിൻ്റെ മകൾ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പിക്കാനായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ട് സംശയത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുവാണ്ടോ രാധിക. ഈ സമയത്തായിരിക്കും വരുൺ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നത്. അങ്ങനെ രാധിക ആ മാഗസിനിലെ ഫോട്ടോയെ നോക്കിയിരിക്കുന്നതൊക്കെ വരുൺ ശ്രദ്ധിക്കുവാണ്. അന്നേരം വരുണാണെങ്കിൽ രാധികയുടെ അരികിൽ ചെന്ന് രാധികയെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. രാധികയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ബാഗ് എടുത്ത് കട്ടിലേക്ക് ഇടുവാണ്. ഈ സമയത്തായിരിക്കും വരുൺ വന്നത് രാധികയെ തിരിച്ചറിയുന്നത്. ആ വരുൺ ഇതെപ്പോൾ എത്തി? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. താൻ ഈ ലോകത്തൊന്നും അല്ലല്ലോ, ഈ മാഗസിനെ നോക്കി ഇരിപ്പാണല്ലോ. എന്തു പറ്റി? അല്ല വരുൺ, ഞാൻ ആ ശ്യാമ മാഡത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഈ ഫോട്ടോയിലേക്ക് തന്നെ നോക്കുമായിരുന്നു. എന്നെ ശ്യാമ മാഡത്തെ കാണാൻ ഒരുപോലെ തന്നെയുണ്ടല്ലേ? അത് തനിക്കിപ്പോഴാണോ തോന്നുന്നത്? ഇത് തന്നോട് എത്രയോ ആളുകൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാ, ഞാൻ പോലും പറഞ്ഞിട്ടുള്ളതല്ലേ? അതൊക്കെ ശരിയാ. എന്നാലും ഇനി ശ്യാമ മാഡം കഥ പറഞ്ഞ പോലെ ഞാൻ ശ്യാമ മാഡത്തിൻ്റെ മകളെങ്ങാനും ആയിരിക്കുമോ? വരുണിന് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്ന് പോയേടോ. ഞാനതിന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഒരിക്കലും ഞാൻ തമാശ രൂപേണ ഈ കാര്യം തന്നോട് പറഞ്ഞതാ. അപ്പം താൻ എന്താ എന്നോട് പറഞ്ഞത്? ശ്യാമ മാഡത്തെ പോലെ ഇത്ര വലിയ സെലിബ്രിറ്റികളെക്കുറിച്ച് ഇങ്ങനെയില്ലാത്ത കഥയൊന്നും പറയരുതെന്നല്ലേ? അതുകൊണ്ട് ഞാനായിട്ട് ഇനി ഒന്നിനുമില്ല. പിന്നെ താൻ ഒരിക്കലും ശ്യാമ മാഡത്തിൻ്റെ മകളാണുള്ള ഒരു സാധ്യതയില്ല. അവർ പറഞ്ഞത് കേട്ടില്ലേ? അവരുടെ ഭർത്താവിനെ കുറേ പേരും ആ ശത്രുക്കളൊക്കെ ചേർന്ന് കൊന്നതാണെന്ന്. അതുപോലെ ഇത്തിരി ഇല്ലാത്ത ആ കുഞ്ഞിനെ കൊള്ളാനാണോ അവർക്ക് ബുദ്ധിമുട്ട്? ആ കുഞ്ഞിനെയും അവർ കൊന്നു കാണും. അന്നേരം രാധിക പറയണേ, ഇല്ല വരുൺ, ശ്യാമ മാഡത്തിൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മാഡം പറഞ്ഞല്ലോ ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതാണെന്ന്. പിന്നീട് വീണ്ടും അവർ തട്ടിയെടുത്തപ്പോൾ അവരിലേതോ ഒരാൾ ആ കുഞ്ഞിനെ ഒരു വഞ്ചിയിലാക്കി പുഴയിലേക്ക് ഒഴുക്കി വിട്ടു എന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ അച്ഛന് കിട്ടിയത് പുഴയിൽ നിന്നും അതുപോലെ ഒരു വഞ്ചിയിലായിരുന്നു. അതാണ് എൻ്റെ മനസ്സിലെ സംശയത്തിന് കാരണം. അന്നേരം പറയണേ, താൻ എന്തൊക്കെയാണ് പറയുന്നത്? ശ്യാമ മാഡത്തിൻ്റെ കുഞ്ഞിനെ വിട്ടത് വേറെ ഏതോ സ്ഥലം, തന്നെ കിട്ടിയത് വേറെ ഏതോ സ്ഥലത്തുനിന്ന്. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പറഞ്ഞാൽ വരുൺ ഫോണിലൊക്കെ നോക്കി കട്ടിലിരിക്കുവാണ് കേട്ടോ. ഈ സമയം രാധികയ്ക്കാണെങ്കിൽ ഒരു മനസ്സമാധാനവും ഇല്ല. അന്നേരം രാധികയുടെ ടെൻഷനും വെപ്രാളവും ഒക്കെ വരുൺ ഇങ്ങനെ ശ്രദ്ധിച്ച് അധികം മൈൻഡ് ചെയ്യാത്ത പോലെ തന്നെ ഇരിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അമൃതയും ശ്യാമയും ആരതിയും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം ആരതി പറയണേ, പ്രിയങ്കേനെയും മുത്തശ്ശിനെയും ഇന്നാ കോടതിയിൽ ഹാജരാക്കുന്നത്. രണ്ടിനെയും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇന്നറിയാൻ പറ്റും. രണ്ടുപേരും ജയിലിൽ തന്നെ കിടന്നാൽ മതി. അതാണ് തൽക്കാലം വരുണും രാധികയ്ക്കും നല്ലത്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ ആരതിയുടെ ഫോണിലേക്ക് വരുൺ വിളിക്കുന്നത്. ഹലോ ആരതി, ഇതെവിടെയാ? ഞാനിവിടെ ചെറിയമ്മയുടെ കൂടെ ഉണ്ട്. എന്തു പറ്റി വരുൺ? ഒന്നുമില്ല, ഒരു സന്തോഷ വാർത്ത പറയാനാ രാധികേനെ കുറിച്ച്. ആണോ? എന്നാലേ ഞാൻ ഫോൺ സ്പീക്കറിലിടാം, ചെറിയമ്മയും കൂടി കേൾക്കട്ടെ. അങ്ങനെ ആരതി ഫോൺ സ്പീക്കറിലിടുവാണ് കേട്ടോ. ഈ സമയം വരുൺ പറയണേ, അതെ, ഇവിടെ ശ്യാമ മാഡത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം തൊട്ട് രാധികയുടെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞിരിക്കുവാണ്. നമ്മുടെ പ്ലാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും തോന്നുന്നത്. അയാളുടെ മനസ്സിലിപ്പോൾ ശ്യാമ മാഡത്തിൻ്റെ മകളാണോ താണെന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. അക്കാര്യത്തെക്കുറിച്ച് എന്നോട് ചോദിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോണ്ടല്ലോ അയാളെ ശ്യാമ മാഡത്തിൻ്റെ അയാളുടെ ഫോട്ടോ വന്ന മാഗസിൻ നോക്കി അതും നോക്കി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ശ്യാമക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. ഈ സമയം വരുൺ പറയുന്നുണ്ട്, അയാൾ എന്നോട് വന്ന് ചോദിച്ചു, ഇനി ശ്യാമ മാഡം എൻ്റെ അമ്മയാണോ എന്ന്. ഞാൻ എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ നിഷേധിച്ച് തന്നെ പറഞ്ഞു. അയാളുടെ അങ്ങനെയുള്ള സംശയങ്ങളല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ശ്യാമ മാഡത്തിൻ്റെ മകൾ തന്നെയാണെന്ന് താനൊന്ന് ഉറപ്പിച്ച് രാധിക തിരിച്ചറിയണ്ടേ? അത് കാരണം അയാളുടെ ചോദ്യങ്ങളൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഭാവത്തിൽ വിട്ടുകളയുകയാണ് ചെയ്തത്. അന്നേരം ശ്യാമ പറയണേ, പാവം അവൾക്കൊത്തിരി വിഷമമായി കാണുമല്ലേ? അന്നേരം അമൃത പറയുന്നുണ്ട്, വരുണിൻ്റെ ആ പെരുമാറ്റമൊക്കെ രാധിക മോളെ ചിലപ്പോൾ തളർത്തിയിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല മാഡം, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. രാധികയുടെ ഓരോ നീക്കവും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാണ്. ശ്യാമ മാഡം നോക്കിക്കോ, മാഡത്തിൻ്റെ പ്രാർത്ഥനകളും അതുപോലെ രാധികയുടെ ഭഗവാനും എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അധികം വൈകാതെ തന്നെ രാധിക തന്നെ അമ്മയെ
ശ്യാമ മേഡം തന്നെയാണെന്ന് തിരിച്ചറിയുന്നത് മാത്രമല്ല ഉറപ്പിച്ച് തൻ്റെ അമ്മയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരും. അങ്ങനെ അമ്മയും മകളും കൂടി ഒന്നിക്കും. ആ കാഴ്ചയ്ക്ക് അധികം നാളൊന്നും എനിക്ക് കാത്തിരിക്കേണ്ടി വരില്ല, എത്രയും പെട്ടെന്ന് തന്നെ അത് സംഭവിക്കും. അങ്ങനെ വരൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് അവരെല്ലാവരും. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ആരതി ശ്യാമയോട് ചോദിക്കണേ, ചെറിയമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്, സന്തോഷമില്ലേ, വരന് പറഞ്ഞതൊക്കെ കേട്ടില്ലേ? അന്നേരം ശ്യാമ പറയണേ, ശരിയാ, പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഭയം കിടക്കുന്നത് പോലെയുണ്ട്. അത് പിന്നെ പണ്ട് തൊട്ടേ ചെറിയമ്മ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുന്ന ശീലമുള്ളതുകൊണ്ടാണ്. എന്താണെങ്കിലും കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. അമ്മയും മോളും കൂടി ഒന്നിക്കാൻ പോകുവാണ്. അതിൻ്റെ കാര്യം മാത്രം എനിക്ക് ചെറിയമ്മ ഓർത്താൽ മതി, ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും ആരതിക്ക് വക്കീൽ ഓഫീസിൽ നിന്നുള്ളൊരു കോൾ വരുന്നത്. അങ്ങനെ അവിടുത്തെ അസിസ്റ്റൻ്റ് പറയുന്ന ആ വാർത്ത കേട്ടിട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ്ടോ ആരതി. എന്നിട്ട് കോൾ കട്ട് ചെയ്തിട്ട് പറയണേ, അതേ ചെറിയമ്മേ, മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ സന്തോഷ വാർത്തകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. പ്രിയങ്കേനെയും മുത്തശ്ശീനെയും കോടതി റിമാൻഡ് ചെയ്തു. രണ്ടുപേരും സബ് ജയിലിലേക്കാണ്. വരുണിനും രാധിയൊക്കെ മുമ്പിൽ നിന്നിരുന്ന ഒരു ഭീഷണിയായിരുന്നു പ്രിയങ്ക. അവളെ കൊണ്ടുള്ള ശല്യം ഒന്നാണെങ്കിലും ഇനി കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല. രണ്ടും ഇനി ജയിലിൽ കിടക്കട്ടെ. പെട്ടെന്നൊന്നും ഊരിപ്പോകാൻ പറ്റുന്ന കേസല്ലല്ലോ മയക്കുമരുന്ന് കേസ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കേനെയും മുത്തശ്ശീനെയും കൂടി പോലീസുകാരെ കോടതിയിൽ നിന്നും സബ് ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നതാണ്. ഈ സമയം കോടതി പരിസരത്ത് ശരത്ത് വന്നിട്ടുണ്ടായിരിക്കോട്ടോ. അങ്ങനെ ശരത്തിനെ കാണുന്നതും പ്രിയങ്ക പറയണേ, സാർ, അയാൾ ഞങ്ങളെ കാണാൻ വന്നതാ, ഞങ്ങളൊന്ന് പോയി സംസാരിച്ചോട്ടെ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി ശരത്തിൻ്റെ ഇടയിലേക്ക് ചെല്ലുക. അന്നേരം മുത്തശ്ശി പറയണേ, എടാ ശരത്തെ മോനെ, നീ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കടാ. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. നീ മാത്രമേ ഉള്ളൂ ഞങ്ങളെ സഹായിക്കാനായിട്ട്, വേറെ ആരുമില്ലടാ. ഈ മുത്തശ്ശിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെടുക്കുമോനെ. ശരത്തെ, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് സഹായം ചോദിക്കാൻ മറ്റാരുമില്ല. നീ ഞങ്ങളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. നിനക്കറിയാലോ എന്തൊക്കെ സ്വപ്നങ്ങളാണ് എനിക്കുണ്ടായതെന്ന്. എല്ലാം തകർന്നു. ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാവി തന്നെ ഇല്ലാതാകും. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ശരത്തെ. അന്നേരം ശരത്ത് പറയുന്നുണ്ട്, നിങ്ങളെ പോലീസ് വിളിച്ചതിൻ്റെ പിന്നാലെ തന്നെ എന്നെയും പോലീസ് ചോദ്യം ചെയ്തു. മയക്കുമരുന്ന് കേസിൽ എനിക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചു. എന്താണെങ്കിലും ഞാൻ ശ്രമിക്കാം നിങ്ങളെ പുറത്തിറക്കാൻ. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, എന്നെക്കൂടെ പറ്റുന്നത് ചെയ്യാം. എടാ മോനെ, നീ എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് പുറത്തിറക്കടാ. ജയിലിൽ കിടന്നൊന്ന് അറിയിക്കാൻ വയ്യടാ. നീ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും തരാം. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ നീ പുറത്തിറക്കണേ. അങ്ങനെയൊക്കെ പറയുവാണ്ടോ അവർ. ഈ സമയം പോലീസുകാർ പറയണേ, അതെ മതി വന്നേ എന്നും പറഞ്ഞ് പ്രിയങ്കേനെയും മുത്തശ്ശീനെയും GP കയറ്റി അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ ആ ലൈവ് പ്രോഗ്രാമിൻ്റെ അടുത്ത അവസാന ഭാഗം കേൾക്കാനായിട്ട് റെഡിയായി TV-ക്ക് മുമ്പിലിരിക്കുന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയും അമ്മയൊക്കെ അങ്ങോട്ടേക്ക് വരുവാ. ആ മോളെ നേരത്തെ തന്നെ വന്നിരുന്നോ? പിന്നെ അല്ലാതെ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി ഭാഗം കാണണ്ടേ? അന്നേരം മുത്തശ്ശി പറയണേ, ഓ അതിപ്പോൾ വലിയ കാണാനെന്താ, അതിനൊക്കെ ഇത്രക്ക് ആവേശം വേണോ? ഈ മുത്തശ്ശിക്ക് ഇതെന്താ? അങ്ങനെ ആ ഒരു പ്രോഗ്രാം വീണ്ടും തുടങ്ങുവാണ്. ഈ സമയം ആങ്കർ പറയണേ, സത്യം പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ലൈവ് പ്രോഗ്രാമിന് ഇത്രയധികം റെസ്പോൺസും പ്രേക്ഷകരുടെ ആകാംക്ഷ കാത്തിരിപ്പൊക്കെ കിട്ടുന്നത്. ഒത്തിരിയധികം ആളുകൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞങ്ങളുടെ പല നമ്പറിലേക്കും വിളിച്ചതും ശ്യാമ മാഡത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചതും മാഡത്തിന് ആശ്വാസവാക്കുകളായിട്ട് കുറേ അമ്മമാരും മറ്റും വന്നതും ഒക്കെ. ഇവരുടെ എല്ലാം വാക്കുകളും പ്രാർത്ഥനകളും എല്ലാം ശ്യാമ മാഡത്തിന് ഒരു പൂച്ചെട്ട് തന്നെയാണ്. ഇനി നമുക്ക് ശ്യാമ മാഡത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ ബാക്കി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് കേൾക്കാം. പറയൂ മാഡം, മാഡത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് എന്താ സംഭവിച്ചത്? മാഡത്തിൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? കുഞ്ഞിനിപ്പോൾ എന്താണ് സംഭവിച്ചത്? അങ്ങനെ ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് തുടങ്ങുന്ന ശ്യാമേനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ശ്യാമ അങ്ങനെ ബാക്കി കാര്യങ്ങളും കൂടി തുറന്നു പറയുവാണ് കേട്ടോ. തൻ്റെ മോളെ അന്വേഷിച്ച് താൻ അറിയാത്ത സ്ഥലങ്ങളില്ലെന്നും ഓരോ അനാഥാലയങ്ങളും ഓർഫനേജുകളിലും അങ്ങനെ കയറി ഇറങ്ങി എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇതേസമയം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ മോളെ കണ്ടെത്തി. അവൾക്കിപ്പോൾ മറ്റൊരു അച്ഛനും അമ്മയുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ശ്യാമ തുടർന്ന് പറയുവാണ് കേട്ടോ. മക്കൾക്ക് മുമ്പിൽ മുഖം മറച്ച് നിൽക്കേണ്ടി വന്ന ഒരു നിസ്സഹായ അമ്മയുടെ അവസ്ഥ ഇത്രയും നാളും ഞാൻ അനുഭവിച്ചത് അതായിരുന്നു. ഇനിയും എനിക്ക് എൻ്റെ മക്കളുടെ മുമ്പിൽ മറഞ്ഞു നിൽക്കാനാവില്ല. ഞാൻ അവളുടെ അമ്മയാണെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവളെന്നെ സ്വീകരിക്കണം. അവളെന്നെ ഒരു പ്രാവശ്യമെങ്കിലും സ്നേഹത്തോടെ അമ്മയെന്ന് വിളിക്കണം. ആ ഒരു വിളി കേൾക്കാനും അവളുടെ സ്നേഹം അനുഭവിക്കാനും വേണ്ടിയാണ് ഇനിയുള്ള എൻ്റെ കാത്തിരിപ്പ്. അങ്ങനെ പറഞ്ഞ് ശ്യാമ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുവാണ്. അതെല്ലാം കൂടി കേൾക്കുന്നതും രാധിക ആകെ തകർന്നു പോകുവാണ് കേട്ടോ. ശ്യാമ പ്രസവിച്ച ആ കുഞ്ഞ് രാധിക തന്നെയാണെന്ന് രാധിക സ്വയം തിരിച്ചറിയുവാണ്. പത്മിനിക്കും മുത്തശ്ശിക്കും എല്ലാവർക്കും അത് മനസ്സിലാകുവാണ്. അന്നേരം രാധിക സങ്കടത്തോടെ നെഞ്ചു പൊട്ടിക്കൊണ്ട് പത്മിനിയോടും മുത്തശ്ശിയോടും ഒക്കെ പറയണേ, ശ്യാമ മാഡം പറഞ്ഞത് കേട്ടില്ലേ? ശ്യാമ മാഡം എൻ്റെ അമ്മയാണോ? എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണോ?
അങ്ങനെ സങ്കടം സഹിക്കാനാവാതെ വരുണിനെ വിളിക്കുവാണ് കേട്ടോ രാധിക. ഈ സമയം വരുണും പരമേശ്വരനും ചേർന്ന് കമ്പനിയിൽ നടന്ന തിരിമറിയെ കുറിച്ചൊക്കെ സംസാരിക്കുമായിരിക്കും. അന്നേരമായിരിക്കും രാധികയുടെ കോൾ വരുന്നത്. ഈ സമയം വരുണാണെങ്കിൽ രാധികയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഉടനെ തന്നെ രാധിക വേഗം തന്നെ അവിടെ നിന്നും പുറപ്പെട്ട് നേരെ ഫിദയുടെ വീട്ടിലേക്ക് പോകുവാണ്. ഈ സമയം അമൃതയോട് രാധിക പറയണേ, എനിക്കിപ്പോൾ തന്നെ ഫിദ മേഡത്തെ കാണണം, എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞ് അമൃതയെ തട്ടിമാറ്റി മുകളിലേക്ക് ഓടിക്കയറി പോകുവാണ് കേട്ടോ രാധിക. അന്നേരം അമൃതയാണെങ്കിൽ രാധികയോട് നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാധിക വേഗം തന്നെ ഫിദയുടെ റൂമിലേക്ക് വന്ന് വാതിൽ തുറക്കുവാണ്. അന്നേരം അവിടെ ശ്യാമയാണെങ്കിൽ ഫിദയുടെ വേഷത്തിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഈ സമയം രാധിക തനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളുമായിട്ട് ശ്യാമയുടെ അരികിലേക്ക് ചെല്ലുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്